ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. വരാഹമൂർത്തിയായി അവതരിച്ച ഭഗവാന്റെ ചരിതം കേട്ടതിൻ്റെ ശേഷം ശൗനകൻ മനുവംശത്തെക്കുറിച്ച് സൂതനോട് ചോദിക്കുന്നു. ശൗനക ഉവാച: മഹിം പ്രതിഷ്ഠാമദ്യസ്യ സൗദേ സ്വയംഭുവോ മനുഃ കാന്യന്നുദിഷ്ടദ്വാരാണി മാർഗായാവരജന്മനാം. ഹേ രോമഹർഷണപുത്രനായ സൂത, സകല വസ്തുക്കളെയും പ്രാണികളെയും വഹിക്കുവാൻ തക്ക സ്ഥാനമായ ഭൂമിയെ ഈ വിധം സിദ്ധിച്ചതിൽ പിന്നെ ബ്രഹ്മപുത്രനായ മനു ഭഗവാനിൽ ലയിച്ചിരിക്കുന്നവനും ഇനി ജനിപ്പാനുള്ളവരുമായ പ്രാണികളുടെ ഉത്ഭവത്തിനു വേണ്ടി ഏതേതു മാർഗങ്ങളെ അനുസരിച്ചു? ക്ഷത്താ മഹാഭാഗവത കൃഷ്ണസ്യ ഐകാന്തിക സുഹൃത് യസ്തത്യാജാഗ്രജം കൃഷ്ണേ സാപത്യമഗവാനിധി ദ്വൈപായനാദനവരോ മഹിത്വേ തസ്യ ദേഹജഃ സർവാത്മാനാശ്രിത കൃഷ്ണം തത്പരാംശ്ചാപ്യനുവ്രതഃ കിമന്വപൃച്ഛൻ മൈത്രേയം വിരജാസീർത്തസേവയാ ഉപഗമ്യ കുശാവർത്ത ആസീനം തത്വവിത്തമം. മഹാനായ ഭഗവത് ഭക്തനും കൃഷ്ണൻ്റെ പരമസ്നേഹത്തിനും പാത്രീഭൂതനും മഹിമാവിഷയത്തിൽ വ്യാസനിൽ നിന്ന് ന്യൂനനല്ലാത്തവനും വ്യാസവീര്യത്തിൽ നിന്ന് ഉത്ഭവിച്ചവനും കൃഷ്ണനെ സർവാത്മന ആശ്രയിച്ചവനും തീർത്ഥസേവ കൊണ്ട് രജോഗുണസ്പർശമില്ലാത്തവനുമായ വിതുരർ ഗംഗാദ്വാരത്തിൽ വസിക്കുന്നവനും പരമാർത്ഥം അറിഞ്ഞിരിക്കുന്നവനിൽ അത്യുത്തമനുമായ മൈത്രേയനെ സമീപിച്ചിട്ട് പിന്നെ എന്തു ചോദിച്ചു? കൃഷ്ണാജ്ഞയെ അനുസരിക്കാതിരുന്ന ദോഷം കണ്ടിട്ടല്ലേ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രയെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയും വിതുരർ ഉപേക്ഷിച്ചത് എന്നു മാത്രമല്ല, വ്യാസവീര്യത്തിൽ നിന്ന് ജനിച്ച അദ്ദേഹം മാഹാത്മ്യം കൊണ്ട് വ്യാസതുല്യൻ തന്നെയാണ്. സർവാത്മഭാവത്തോടുകൂടെ കൃഷ്ണനെ ആശ്രയിച്ചവനാകുന്നു. അതുമാത്രമല്ല, ശ്രീകൃഷ്ണ ഭക്തന്മാരെ അനുഗമിക്കുന്നവനുമാകുന്നു. തീർത്ഥസേവ കൊണ്ട് രജോഗുണകാര്യമായ പ്രപഞ്ചവാസന തന്നെ വിതുരരിൽ കാണാതായിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഹരിദ്വാരത്തിലിരിക്കുന്ന മൈത്രേയരെ ചെന്നു കാണുവാൻ സാധിച്ചത്. മൈത്രേയർ തത്വജ്ഞനെന്നു മാത്രമല്ല പരമഭക്തനും കൂടിയാകയാൽ തത്വജ്ഞന്മാരിൽ വെച്ച് പരമോത്കൃഷ്ടനുമാകുന്നു. അവരുടെ സംവാദത്തിൽ അന്ധഃകരണ പരിശുദ്ധിയെ ജനിപ്പിക്കുവാനും പാപങ്ങളെ നിശ്ശേഷം നശിപ്പിക്കുവാനും മതിയായിരിക്കുന്ന ശ്രീകൃഷ്ണ കഥകൾ അടങ്ങാതിരിക്കേയില്ല. കൃഷ്ണപാദ സംസർഗം നിമിത്തമല്ലേ ഗംഗാജലത്തിന് പാപൗകങ്ങളെ നശിപ്പിക്കുവാൻ ശക്തി ലഭിച്ചത്. അതുകൊണ്ട് വിതുര മൈത്രേയ സംവാദത്തിൽ നിന്നുണ്ടായ കഥകളെ ഞങ്ങളോട് പറയുക. ഹേ സൂത, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഭക്തന്മാർക്ക് സർവ്വ ഐശ്വര്യങ്ങളെയും ശ്രവണമാത്രത്താൽ നൽകുന്നതിന് സമർത്ഥമായിരിക്കുന്ന ശ്രീകൃഷ്ണ ചരിതമാകുന്ന അമൃതത്തിൻ്റെ രസം നന്നായി അറിഞ്ഞ ഏതെങ്കിലും ഒരുവൻ അത് പാനം ചെയ്തു മതി എന്ന് വിചാരിക്കുമോ? ഇല്ല. അതുകൊണ്ട് ആ കഥയെ തന്നെ ആവർത്തനം ചെയ്യുക. ഏവമുഗ്രസ്രവാ പൃഷ്ട ഋഷിഭിർനൈമിഷായനൈഃ ഭഗവത്യർപ്പിതാധ്യാത്മാ താനാഹശ്രൂയതാമിതി. ഇപ്രകാരം നൈമിഷാരണ്യവാസികളായ ഋഷികളുടെ ചോദ്യം കേട്ട ശേഷം പൗരാണികൻ എന്ന മഹാകീർത്തിയുള്ള സൂതൻ ഭഗവാനിൽ സ്ഥിരമായി വെച്ച മനസ്സോടുകൂടെ പറയാം കേൾക്കുവിൻ എന്നവരോട് പറഞ്ഞു. സൂത ഉവാച: ഹരേർധൃതക്രോഡതനോ സ്വമായയാ നിശമ്യഗോരുദ്ധരണം രസാതലാത് ലീലാം ഹിരണ്യാക്ഷമവജ്ഞയാ ഹതം സംജാതഹർഷോ മുനിമാഹ ഭാരതഃ. സൂതൻ ശൗനകാദികളോട് പറഞ്ഞു: സ്വമായാശക്തിയാൽ വരാഹദേഹത്തെ അംഗീകരിച്ച് അവതരിച്ച ഭഗവാൻ രസാതലത്തിൽ നിന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നുറപ്പിച്ചതും ആദിദൈത്യനായ ഹിരണ്യാക്ഷനെ നിസ്സാരഭാവത്തോടെ വിനോദമായി സംഹരിച്ചതുമായ ലീലയെ കേട്ട് വിതുരർ ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തെ പ്രകാശിപ്പിക്കുന്ന രോമാഞ്ചത്തെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മൈത്രേയരോട് പറഞ്ഞു. വിതുര ഉവാച: പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസർഗേ പ്രജാപതീൻ കിമാരഭത മേ ബ്രഹ്മൻ പ്രബ്രൂഹ്യവ്യക്തമാർഗവിത്. പ്രജാപതികളുടെ പതിയായ ബ്രഹ്മാവ്
പ്രജാഭിവൃദ്ധിയെ ഉദ്ദേശിച്ച് മരീച്യാദികളായ പ്രജാപതികളെ സൃഷ്ടിച്ചതിൽ പിന്നെ അവ്യക്ത സ്വരൂപനായ ഭഗവാന്റെ ആരാധനത്തിനായി എന്തോന്ന് ചെയ്തുവെന്ന് അങ്ങരുളി ചെയ്യണം എന്ന് വിതുരർ മൈത്രേയരോട് അപേക്ഷിച്ചു. ഏ മരീച്യാദിയോ വിപ്ര യസ്തു സ്വയംഭുവോ മനുഃ തേ വൈ ബ്രഹ്മണ ആദേശാത് കഥമേതദഭാവയൻ. ബ്രഹ്മാവിൽ നിന്ന് മരീച്യാദികളായ ബ്രാഹ്മണരും മനുവും ഉണ്ടായി എന്ന് പറഞ്ഞുവല്ലോ. അവരും ബ്രഹ്മാവിൻ്റെ കൽപ്പനയനുസരിച്ച് ഈ ലോകത്തെ ഏതേതു വിധത്തിലാണ് ഉത്ഭവിപ്പിച്ചത്. സദ്വിതീയ കിമസൃജൻ സ്വതന്ത്ര ഉദകർമ്മസു ആഹോസ്വിത് സംഹദാ സർവ ഇദം സമകൽപ്പയൻ. എങ്ങനെ എന്ന ചോദ്യത്തെ വിവരിക്കുകയാണ്. അവർ ലോകത്തിൽ പ്രജകളെ വർദ്ധിപ്പിച്ചത് ഭാര്യ സ്വീകാരം ചെയ്തിട്ടോ അതോ സൃഷ്ടികർമ്മങ്ങളിൽ സ്വതന്ത്രന്മാരായിട്ടോ സങ്കല്പ സാമർഥ്യത്താൽ തന്നെയോ അതോ എല്ലാവരും ഒന്നായി ചേർന്ന് ആലോചന ചെയ്തിട്ടോ ഈ ലോകത്തെ കൽപ്പിച്ചത്. മൈത്രേയ ഉവാച ദൈവേന ദുർവിതർക്കേണ പരേണ നിമിഷേണ ജാതക്ഷോഭാത് ഭഗവതോ മഹാനാസീത് ഗുണത്രയാത്. വിതുരരുടെ ചോദ്യം കേട്ടപ്പോൾ മൈത്രേയർ ബ്രഹ്മാവ് യക്ഷാദികളെ സൃഷ്ടിച്ചു എന്ന് ഉത്തരം പറയുവാൻ ഭാവിച്ചുകൊണ്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന സൃഷ്ടിക്രമത്തെ തന്നെ ഓർമ്മപ്പെടുത്തിയും കൊണ്ട് പറയുവാൻ തുടങ്ങുന്നു. പ്രകൃതിയിൽ നിന്നും വേറിട്ടിരിക്കുന്ന ഈശ്വരൻ ഊഹിപ്പാൻ പോലും കഴിയാത്തതായും കണ്ണടയ്ക്കാതെ എപ്പോഴും ജാഗരൂകനുമായിരിക്കുന്ന കാലസ്വരൂപനായിട്ട് പ്രകൃതിയിൽ തന്നെ അധിവസിച്ചപ്പോൾ പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളുടെ ഊഹിപ്പാൻ പോലും കഴിയാതെയിരിക്കുന്ന അദൃഷ്ടരൂപമായ കർമ്മം അവർക്ക് സുഖദുഃഖങ്ങളെ അനുഭവിപ്പാൻ ഉപകരിക്കുന്ന ശരീരങ്ങളെ നൽകുവാൻ ഒരുങ്ങിയതുകൊണ്ട് ത്രിഗുണാത്മകമായ അവ്യക്തത്തിന് കലക്കം സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് മഹത്തത്വം ജനിച്ചു. രജപ്രധാനാത് മഹതഃ ത്രിലിംഗോ ദൈവചോദിതാത് ജാതഃ സസർജഭൂതാത് വിയദാധീനി പഞ്ചശഃ. കാലസ്വരൂപനായ ഈശ്വരൻ്റെ പ്രേരണ നിമിത്തം മഹത്തത്വം രജോഗുണപ്രധാനമായി തീർന്നു. അപ്പോൾ ത്രിഗുണാത്മകമായ അഹന്തത്വവും അതിൽ നിന്ന് ആകാശാദി പഞ്ചഭൂതങ്ങളും ശബ്ദാദി പഞ്ചവിഷയങ്ങളും നേത്രാദികളായ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും വാഗാദികളായ പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ഇങ്ങനെ അഞ്ചായിട്ടുണ്ടായി വന്നു. താനി ചൈകൈകശഃ സ്രഷ്ടുമസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡമവാസൃജൻ. ആ ആകാശാദിഭൂതങ്ങൾ ഓരോന്നിനും ഭൗതികത്തെ സൃഷ്ടിപ്പാൻ ശക്തിയില്ലാതിരുന്ന സമയം ദൈവാനുപ്രവേശം നിമിത്തം അവ അന്യോന്യം യോജിച്ചിട്ട് സ്വർണം പോലെ പ്രകാശമുള്ള അണ്ഡത്തെയും ഉത്ഭവിപ്പിച്ചു. സോശയിഷ്ടാബ്ദിസലിലെ ആണ്ഡകോശോ നിരാത്മകഃ സാഗ്രം വൈ വർഷസഹസ്രം അന്യവാത്സീതമീശ്വരഃ. ആ അണ്ഡം അചേതനമായിട്ടു തന്നെ 1000-ലധികം സംവത്സരം കാലം പ്രളയജലത്തിൽ കിടന്നു. പിന്നെ ഈശ്വരൻ അതിൽ പ്രവേശിച്ചു. ഹിരൺമയമായ ആ അണ്ഡത്തിൽ പ്രവേശിച്ച ഭഗവാന് ശ്രീനാരായണനെന്ന് മഹാത്മാക്കൾ നാമം കൽപ്പിച്ചിരിക്കുന്നു. തസ്യ നാഭേരഭൂത് പത്മം സഹസ്രാർക്കോരുദീദതി സർവജീവനിഘായോഗോ എത്ര സ്വയമഭൂത് സ്വരാട്. ശ്രീനാരായണൻ്റെ നാഭിയിൽ നിന്ന് 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നു വരുന്ന സമയത്തുണ്ടാകുന്ന മഹാശോഭയോടുകൂടിയതും സകല ജീവസമൂഹ വാസസ്ഥാനവുമായ ഒരു താമരപ്പൂവുണ്ടായി. അതിൽ നിന്ന് സ്വയമേവ ബ്രഹ്മാവുണ്ടായി. സോനുവിഷ്ടോ ഭഗവതാ യശേദേ സലിലാശയേ ലോകസംസ്ഥാം യഥാ പൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാ. ജലത്തിൽ ശയിക്കുന്ന ശ്രീനാരായണൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. അപ്പോൾ പൂർവകൽപ്പത്തിൽ ചെയ്ത സൃഷ്ടിവ്യവസ്ഥ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ സ്ഫുരിച്ചു. അതിനെ അനുസരിച്ച് നാമരൂപ വ്യവസ്ഥയോടുകൂടെ ബ്രഹ്മാവ് ലോകം നിർമ്മിച്ചു. സസർജഛായയാ വിദ്യാം പഞ്ചപർവാണമഗ്രതഃ താമിശ്രമന്തതാമിശ്രം തമോമോഹോ മഹാതമഃ. ഉപാധിയോടുകൂടിയ പ്രഭയിൽ നിന്നുണ്ടാകുന്നതാണല്ലോ നിഴൽ. ആ ജ്ഞാനമാകുന്ന പ്രഭയ്ക്ക് അജ്ഞാനമാകുന്ന നിഴലുണ്ടെന്ന് ധരിക്കണം. പ്രഭയാകുന്ന സ്വരൂപത്തോടുകൂടിയ ബ്രഹ്മാവിൻ്റെ ശരീര നിഴൽ കൊണ്ട് 5 കവർച്ചങ്ങളുള്ള അവിദ്യയെ സൃഷ്ടിച്ചു.
താമിശ്രം, അന്ധതാമിശ്രം, തമസ്, മോഹം, മഹാമോഹം എന്നാണ് ആ 5 കവർച്ചങ്ങളുടെ പേർ. വിസസർജാത്മനക്കായം നാഭിനന്ദം സ്തമോമയം ജഗൃഹു യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രിട് സമുത്ഭവാം. അന്ധകാരത്തിന് തുല്യമായ അബോധത്തെ സൃഷ്ടിച്ചതായ ആ ശരീരത്തെ ബ്രഹ്മാവ് അഭിനന്ദിച്ചില്ല. അതിനാൽ ആ രൂപത്തെ വെടിഞ്ഞു. ആ ശരീരം രാത്രിയായി തീർന്നു. അപ്പോൾ തന്നെ ആ ശരീരത്തിൽ നിന്ന് യക്ഷന്മാരും രക്ഷസ്സുകളും ഉണ്ടായി. അവർ ആ രാത്രിയെ അവരുടെ സ്വരൂപമായിട്ട് ഗ്രഹിച്ചു. ക്ഷുത്രിടാഭ്യാം ഉപസൃഷ്ടാസ്തേ തം ജഗദ്ദുമഭിദുദ്രുവുഹു മാ രക്ഷതൈനം ജക്ഷധ്വം ഇത്യൂജു ക്ഷുത്രിടാർദിതാഹ. വിശപ്പും ദാഹവും അവരെ ബാധിച്ചു. ബ്രഹ്മാവിനെ തന്നെ പിടിച്ചു ഭക്ഷിപ്പാനൊരുങ്ങി നേരിട്ടു പാഞ്ഞു ചെന്നു. അവരിൽ ചിലർ ഇവനെ പിതാവെന്ന ഭാവത്താൽ രക്ഷിക്കേണ്ട എന്നും ഭക്ഷിച്ചുകൊള്ളുവിൻ എന്നും മറ്റും ചിലരും വിശപ്പിനാൽ പീഡിതരായി പറഞ്ഞു. ദേവസ്ഥാനാഹ സംവിഘ്നോ മാം രക്ഷത രക്ഷത അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിധ. അപ്പോൾ ബ്രഹ്മദേവൻ ഭീതനായി, ഹേ യക്ഷരക്ഷസ്സുകളെ, നിങ്ങൾ എൻ്റെ സന്താനങ്ങളായി ഭവിച്ചവരാകുന്നു. എന്നെ ഭക്ഷിപ്പാനുള്ളവരല്ല നിങ്ങൾ. പുത്രന്മാർ പിതാവിനെ ഭക്ഷിക്കുക പതിവില്ല, രക്ഷിക്കുന്നവരാകുന്നുവെന്ന് അവരോട് പറഞ്ഞു. ദേവതാപ്രഭയായ ദിവ്യൻ പ്രമുഖുദോ സൃജത് തേഹാരക്ഷുർദേവ എന്തോ വിസൃഷ്ടാം താം പ്രഭാമഹ. ഇപ്രകാരം സ്വകീയ സത്വഗുണപ്രഭയാൽ പ്രകാശിക്കുന്ന ബ്രഹ്മദേവൻ ദേവതകളെയും പ്രാധാന്യേന സൃഷ്ടിച്ചു. സത്വഗുണത്താൽ സൃഷ്ടിക്കപ്പെട്ട ആ ദേവന്മാർ പ്രഭയോടുകൂടിയവരായി ഭവിച്ചു. അനന്തരം ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട പ്രഭാരൂപമായ ആ ദേഹത്തെ ദേവന്മാർ പകൽ സമയമായിട്ട് സ്വീകരിക്കുകയും ക്രീഡിക്കുകയും ചെയ്തു. ദേവോ ദേവാൻ ജഗ്നതഃ സൃജതി സ്മാതിലോലുപാൻ തയേനം ലോലുപതയാ മൈഥുനായാഭിപേദിരേ. ദേവനായ ബ്രഹ്മാവ് ജഗനത്തിൽ നിന്ന് സ്ത്രീ വിഷയത്തിൽ അത്യാസക്തന്മാരായിരിക്കുന്ന അസുരന്മാരെ സൃഷ്ടിച്ചു. അവർ അതികാമികളായിട്ട് ബ്രഹ്മാവിൻ്റെ നേർക്കുതന്നെ സംഘത്തിൽ താൽപ്പര്യമുള്ളവരായിട്ട് ചെന്നു. തതോ ഹസൻ സ ഭഗവാൻ സുരൈർനിരപത്രഭൈഃ അന്യൂയമാനസ്തരസ ക്രുദ്ധോ ഭീത പരാപതത്. ലജ്ജയില്ലാതെ നേർക്ക് പാഞ്ഞു വരുന്ന അസുരന്മാരെ കണ്ടപ്പോൾ ഭഗവാനായ ബ്രഹ്മാവ് ചിരിച്ചു. ബലാത്കാരേണ അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് കോപിച്ചു. പിന്നെയും വിട്ടുപോകാത്തത് കണ്ട് ഭയപ്പെട്ട് ഓടുകയും ചെയ്തു. സ ഉപവ്രജ്യ വരദം പ്രപന്നാർത്തിഹരം ഹരീം അനുഗ്രഹായ ഭക്താനാം അനുരൂപാത്മദർശനം. അപ്രകാരം സംഭീതനായ ബ്രഹ്മദേവൻ ശരണം പ്രാപിക്കുന്നവരുടെ സങ്കടം തീർത്തു അഭീഷ്ടങ്ങളെ നൽകുന്നവനും ഭക്തന്മാരുടെ ധ്യാനത്തിനനുസരിച്ച രൂപത്തെ അവർക്ക് കാട്ടിക്കൊടുക്കുന്നവനുമായ ശ്രീഹരിയെ പ്രാപിച്ചിട്ട് പ്രാർത്ഥിച്ചു. പാഹി മാം പരമാത്മംസ്തേ പ്രേഷണേന സൃജം പ്രജാഃ തായിമായബിദും പാപ ഉപാക്രാമന്തി മാ പ്രഭോ. ഹേ പരമാത്മൻ, പ്രഭോ, അങ്ങയുടെ പ്രേരണയാൽ ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു. പാപത്തിൽ താൽപ്പര്യമുള്ളവരായി തീർന്നിരിക്കുന്ന ഈ പ്രജകൾ എന്നെ മൈഥുനത്തിനായി ആക്രമിക്കാൻ അരിവത്തു വരുന്നു. ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ത്വമേക കില ലോകാനാം ക്ലിഷ്ടാനാം ക്ലേശനാശനഃ ത്വമേക ക്ലേശദസ്തേഷാം അനാസന്ന പദാം തവ. ശരണം പ്രാപിച്ചിരിക്കുന്ന ജനങ്ങളുടെ ക്ലേശം തീർക്കുന്നവൻ അങ്ങേകനല്ലാതെ അന്യനില്ല. അതുപോലെ തന്നെ അങ്ങയുടെ പാദങ്ങളെ ആശ്രയിക്കാത്തവർക്ക് ക്ലേശത്തെ ജനിപ്പിക്കുന്നവനും അങ്ങുതന്നെ. ഇതു ശാസ്ത്ര സിദ്ധാന്തമാകുന്നുവല്ലോ എന്നിപ്രകാരം പ്രാർത്ഥിച്ചു. സോവധാര്യാസ്യ കാർപ്പണ്യം വിവിക്താധ്യാത്മദർശനഃ വിമുഞ്ചാത്മതനും ഘോരാം ഇത്യുക്തോ വിമുമോചഃ. എപ്പോഴും സർവാന്തര്യാമിയായി ഇരിക്കുന്നതുകൊണ്ട് അന്യരുടെ മനോവ്യാപാരം സകലവും സന്ദേഹമില്ലാതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരമാത്മാവായ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ദൈന്യത്തെ നല്ലവണ്ണം അറിഞ്ഞിട്ട് കാമകശ്മലമായിരിക്കുന്ന ഈ രൂപത്തെ ഉപേക്ഷിച്ചു കൊള്ളുക എന്ന് ഉപദേശിച്ചു. ഉടനെ ബ്രഹ്മാവ് ആ ശരീരത്തെ വെടിഞ്ഞു.
മനോഭാവമാണ് പ്രജാരൂപത്തെ എടുത്തു പുറമേ പ്രകാശിപ്പിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ സങ്കല്പാത്മകമാണ് സൃഷ്ടി. അതുകൊണ്ട് അപ്പോൾ അനർത്ഥഹേതുക്കളായി കാണപ്പെടുന്ന ഭാവങ്ങളെ തീരെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാവിൻ്റെ സാക്ഷാൽ ശരീരം ദ്വിപരാർദ്ധകാലം കഴിയുന്നതുവരെ നിലനിൽക്കുമെന്നാണ് വേദസിദ്ധാന്തം. താം കൊണച്ചരണാംബോജാം മദവിഹ്വലലോചനാം കാഞ്ചീകലാപവിലസദ് ദുകൂലച്ചന്നരോദസം അന്യോന്യശ്ലേഷയോ തുംഗം നിരന്തരപയോധരാം സുനാസാം സുദിജാം സ്നിഗ്ധ ഹാസലീലാവലോകനാം ഗൂഹന്തീം വ്രീഡയാത്മാനം നീലാളകവരൂധിനീം ഉപലഭ്യാസുരാധർമ്മ സർവേ സമ്മുമുഹുസ്ത്രിയം. ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ആ മനോഭാവം ഉടനെ ഒരു സുന്ദരിയായിട്ട് അസുരന്മാരുടെ ദൃഷ്ടികൾക്ക് വിഷയമായി ഭവിച്ചു. അവളുടെ സ്വരൂപം അതിമനോഹരം. താമരദളം പോലെ മൃദുലവും മനോജ്ഞവുമായ പാദങ്ങളെ പാദസരങ്ങൾ എന്ന ആഭരണങ്ങളാൽ ശബ്ദിപ്പിച്ചും കൊണ്ട് നടക്കുന്നു. അവളുടെ ഉള്ളിൽ കളിക്കുന്ന മതത്തെ വെളിപ്പെടുത്തുന്ന വിധത്തിൽ കൺമിഴികൾ അലസങ്ങളായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അരക്കെട്ടിലുള്ള വസ്ത്രത്തിനുമീതെ അരഞ്ഞാണെന്ന് പറയപ്പെടുന്ന ആഭരണത്താൽ മുറുക്കി കെട്ടിയിരിക്കുന്ന വസ്ത്രം കടീതടത്തെ മറച്ചുകൊണ്ട് പ്രകാശിക്കുന്നു. ഒന്നോടൊന്നു തമ്മിൽ ചേർന്നും ഇടതൂർന്നുമിരിക്കുന്ന ഉന്നത കുജങ്ങൾ കൊണ്ട് ഉജ്ജ്വലിക്കുന്ന മാറിടം, ഭംഗിയുള്ള നാസിക, അതിശോഭനമായ ദന്തം, മഞ്ജുളമായ മന്ദഹാസം, കളിയായ നോട്ടം, ലജ്ജാ നിമിത്തം ആ ശരീരത്തെ നന്നായി മറയ്ക്കുന്ന മൃദുവസ്ത്രാഞ്ചലം, നെറ്റിക്ക് മീതെ ചിന്നിച്ചിതറി ചലിക്കുന്ന നീലനിറത്തിൽ തിളങ്ങുന്ന കുറുനിരകൾ. ഹേ ധർമ്മരാജാവിൻ്റെ അവതാര സ്വരൂപമായ വിതുര, അസുരന്മാർ സൗന്ദര്യം തുളുമ്പുന്ന ഈ സ്ത്രീയെ കണ്ടിട്ട് വല്ലാതെ മോഹിച്ചു. സകലജന മനോനയനങ്ങളെ ആനന്ദിപ്പിക്കുന്ന സന്ധ്യാസ്വരൂപത്തെ അസുരന്മാർ സുന്ദരിയായ ഒരു സ്ത്രീയുടെ സ്വരൂപമായിട്ട് കരുതി. അഹോ രൂപമഹോ ധൈര്യം അഹോ അസ്യ നവം വയഃ മധ്യേ കാമയമാനാനാം അഥാമേവ വിസർപ്പതി. ഇവളുടെ രൂപമാധുര്യം ആശ്ചര്യം, ധൈര്യവും അത്യാശ്ചര്യം, പ്രായമോ അത്ഭുതജനകം. കാമിച്ചു നിൽക്കുന്ന നമ്മളുടെ നടുവിൽ കൂടെ കാമമില്ലാത്തവളെന്ന ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പുറമേ കാമിച്ച ലക്ഷണം കാണുന്നില്ലെങ്കിലും സ്ത്രീയായതുകൊണ്ട് നമ്മളിൽ ഇവൾക്ക് കാമമില്ലാതെ ഇരിക്കയില്ലെന്ന് അസുരന്മാർ സൂചിപ്പിക്കുന്നു. വിതർക്കയന്തോ ബഹുധാ താം സന്ധ്യാം പ്രമദാകൃതിം അഭിസംഭാവ്യ വിശ്രംഭാത് പര്യപൃച്ഛത് കുമേധസഃ. ആ മനോഹരാകൃതിയുള്ള സന്ധ്യയെ ഒരു സുന്ദരിയായ സ്ത്രീയെന്ന് നിശ്ചയിച്ചു. കുബുദ്ധികളായ അസുരന്മാർ ബഹുപ്രകാരത്തിൽ ആലോചന ചെയ്ത ശേഷം ഇവൾ നമ്മളെ അംഗീകരിക്കും എന്നുള്ള വിശ്വാസം നിമിത്തം കുശല പ്രശ്നാദികൾ കൊണ്ട് സൽക്കരിച്ച് ആദരപൂർവം ചോദിച്ചു തുടങ്ങി. കാസികസ്യ സിരംബോരു കോവാർത്തസ്തേത്ര ഭാമിനി രൂപദ്രവിണപണ്യേന ദുർഭഗാനോ വിബാധസേ. ഹേ രംബോരു, നീ ഏതു ജാതിയിൽ ജനിച്ചിരിക്കുന്നവളാണ്? ആരുടെ പുത്രിയാണ്? ഹേ ഭാമിനി, ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താകുന്നു? നിന്നിലുള്ള സൗന്ദര്യമാകുന്ന വിലമതിപ്പാൻ കഴിയാത്ത പദാർത്ഥം കാട്ടിയിട്ട് അതിനു മതിയായ വില തരുവാൻ അശക്തന്മാരായ ഞങ്ങളെ കാമോദ്ദീപന വ്യാപാരത്താൽ നീ വല്ലാതെ പരിഭ്രമിപ്പിക്കുന്നു. യാവാകാജിത്വമബലേ ദൃഷ്ട്യാ സന്ദർശനം തവ ഉത്സനോഷീക്ഷമാണാനാം കന്തുകക്രീഡയാ മനഃ. ഹേ അബലെ, നീ ആരായാലും വേണ്ടതില്ല. നിന്റെ സന്ദർശനം ഭാഗ്യത്താൽ ഞങ്ങൾക്ക് സിദ്ധിച്ചു. നിന്നെ കാണുന്ന ഞങ്ങളുടെ മനസ്സിനെ നീ കളിപ്പന്തിനെ എന്ന പോലെ ചലിപ്പിക്കുന്നു. നൈകത്രതേ ജയതി ശാലിനി പാദപത്മം നന്ദ്യാമുഹുക്കരതലേന പദത്പതംഗം മദ്യം വിഷീദതി ബൃഹത്സ്തനഭാരഭീതം ശാന്തേവ ദൃഷ്ടിരമല സുശികാസമൂഹഃ. ഹേ ശോഭനെ, ഉച്ചലിക്കുന്ന പന്തു പോകുന്ന ദിക്കിലേക്ക് സഞ്ചരിച്ച് കൈത്തലം കൊണ്ട് പന്തടിക്കുന്ന നിന്റെ ഗമനസമയത്തിൽ പാദപത്മം നാനാവിധ ഗതിവിലാസങ്ങളെ കാണിക്കുന്നതിനാൽ എത്രയോ ഉത്കർഷമായി ശോഭിക്കുന്നു. തടിച്ചിരിക്കുന്ന സ്തനങ്ങളുടെ ഭാരം വഹിക്കുന്നതിനു മാത്രം ശക്തിയില്ലാതിരിക്കുന്ന കുടുങ്ങിയ മധ്യപ്രദേശത്തിന് വിഷാദമുള്ളതുപോലെ തോന്നുന്നു. തെളിഞ്ഞിരിക്കുന്ന നിന്റെ ദൃഷ്ടിയുടെ മന്ദമായ ചലനം അതിൻ്റെ ശാന്തതയെ പ്രകാശിപ്പിക്കുന്നു. തലമുടി അത്രയും ശോഭനം.
ഇതി സായന്തിനീം സന്ധ്യാം അസുരാ പ്രമദായതീം പ്രലോഭയന്തീം ജഗൃഹുർമത്വാ മൂഢധിയ സ്ത്രീയം. ഇപ്രകാരം മൂഢബുദ്ധികളായ അസുരന്മാർ ഒരു സുന്ദരി സ്ത്രീയെന്ന പോലെ മൂർത്തിമതിയായി പ്രകാശിക്കുന്ന സായന്തന സന്ധ്യയെ കണ്ടിട്ട് അവരെ മന്മഥവികാരത്താൽ മോഹിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള വിചാരത്താൽ ആ സന്ധ്യയെ പിടികൂടി. പ്രഹസ്യഭാവഗംഭീരം ജിഗ്രന്ത്യാത്മാനമാത്മന കാന്ത്യാ സസർജ ഭഗവാൻ ഗന്ധർവാപ്സരസാം ഗണാം. ഗംഭീരഭാവത്തെ പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ ചിരിച്ചും കൊണ്ട് സ്വദേഹത്തെ താൻ തന്നെ ആക്രാണിച്ചു മറഞ്ഞു. അനന്തരം ഭഗവാൻ ബ്രഹ്മദേവൻ സൗന്ദര്യ സ്വരൂപമായ കാന്തിയാൽ ഗന്ധർവന്മാരുടെയും അപ്സരസുകളുടെയും സംഘങ്ങളെ സൃഷ്ടിച്ചു. വിസസർജ തനും താം വൈ ജ്യോത്സാനാം കാന്തിമതീം പ്രിയാം തയേവ ചാദധു പ്രീത്യ വിശ്വാവസു പുരോഗമാഹ. പ്രഭാസ്വരൂപമായിരിക്കുന്ന പ്രിയമേറിയ ആ ശരീരത്തെയും ബ്രഹ്മാവ് വെടിഞ്ഞു. ആ പ്രഭ ചന്ദ്രികയായി ഭവിച്ചു. ഗന്ധർവാദികളായ ആ സംഘങ്ങൾ ആ ചന്ദ്രികയെ അംഗീകരിച്ചു. ആ സംഘത്തിൽ മുഖ്യൻ വിശ്വാവസുവാകുന്നു. സൃഷ്ട്വാ ഭൂതപിശാചാംശ്ച ഭഗവാൻ ആത്മതദിന്ദ്രിണ ദിഗ്വാസസോ മുക്തകേശാൻ വീക്ഷ്യ ചാമീലയദൃശൗ. പിന്നെ ഭഗവാനായ ബ്രഹ്മദേവൻ തൻ്റെ ആലസ്യം എന്ന ഭാവത്താൽ ഭൂതങ്ങളെയും പിശാചുകളെയും സൃഷ്ടിച്ചു. നഗ്നന്മാരും തലമുടി അഴിച്ചിട്ടിരിക്കുന്നവരുമായ അവരെ കണ്ടപ്പോൾ കണ്ണുകളെ അടച്ചുകളഞ്ഞു. ജഗൃഹുസ്തദ്വിസൃഷ്ടാം താം ജൃംഭണാഖ്യാം തനും പ്രഭോഹോ നിദ്രാമിന്ദ്രിയ വിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യതേ. ഉടനെ ആലസ്യരൂപമായ ആ ഭാവത്തെ ഭഗവാൻ ഉപേക്ഷിച്ചു. ഒരു ഭാവത്തെ ഉപേക്ഷിക്കുവാനും ഉടനെ മറ്റൊരു ഭാവത്തെ സ്വീകരിക്കാനും സമർത്ഥനായ ബ്രഹ്മദേവൻ്റെ ആ മൂർത്തിയെ ഭൂതപിശാചുക്കൾ ഗ്രഹിച്ചു. അത് നിദ്രയായി ഭവിച്ചു. അതിൻ്റെ ബാധ ജനങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെ തളർച്ചയെ സൂചിപ്പിക്കുന്നു. തന്ത്ര, ജൃംഭണം, നിദ്ര, ഉന്മാദം എന്ന 4 വിധത്തിൽ കാണപ്പെടുന്ന അവസ്ഥാഭേദങ്ങൾ ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ആ മൂർത്തി വിശേഷമാകുന്നു. ഏനോച്ഛിഷ്ടാൻ ദർശയന്തി തമുന്മാദം പ്രജക്ഷതേ. ഏതൊരു ദോഷത്തിൻ്റെ ആവേശം നിമിത്തം പ്രാണികൾ ഛർദ്ദിക്കുകയും മലമൂത്രങ്ങളെ പെട്ടെന്ന് വിസർജിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രാണികളെ ഭൂതാദികൾ ബാധിക്കുന്നുവോ ആ ദോഷവിശേഷത്തെ വിദ്വാൻമാർ ഉന്മാദം എന്ന് പറയുന്നു. ഉന്മാദം എന്നുള്ളത് ധാതുകോപം നിമിത്തമുണ്ടാകുന്ന ഒരുവിധം രോഗം. ആ രോഗദേവതകൾ ഭൂതങ്ങൾ, ഭൂതപിശാചുക്കൾ എന്ന് സാരം. ഊർജസ്വന്തം മന്യമാന ആത്മാനം ഭഗവാനജഹ സാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണ സൃജത് പ്രഭു. അനന്തരം ഐശ്വര്യപൂർണനും സർവത്തിനും സമർത്ഥനുമായ ബ്രഹ്മദേവൻ ആത്മാവിനെ ഉത്കൃഷ്ട ബലവാനായി ഭാവിച്ചിട്ട് അദൃശ്യമായ രൂപത്തോടുകൂടെ സാധ്യന്മാരുടെ ഗണങ്ങളെയും പിതൃഗണങ്ങളെയും സൃഷ്ടിച്ചു. ആത്മസർഗം തം കായം പിതര പ്രതിഭേദിരേ സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ്ധിതന്വതേ. പിതൃഗണങ്ങൾ അവരുടെ ഉത്ഭവത്തിന് കാരണമായും ഭാവരൂപവുമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ആ ദേഹത്തെ അംഗീകരിച്ചു. ആ സമ്പ്രദായത്തെ ആശ്രയിച്ചിട്ടാണ് ശ്രാദ്ധാദി കർമ്മങ്ങളെ പിതൃദേവഗണങ്ങളെ ഉദ്ദേശിച്ച് കർമ്മകുശലന്മാരായ വിദ്വാൻമാർ നടത്തുന്നത്. സാധ്യന്മാരും പിതൃക്കളും കാണപ്പെടുവാൻ കഴിയാത്തവരും ഭാവപ്രധാനന്മാരുമാകയാൽ അവർക്കായിട്ട് ഹവ്യകവ്യങ്ങളെ ഭാവനാപൂർവം സമർപ്പിച്ചാൽ അവർക്ക് കിട്ടും. സിദ്ധാൻ വിദ്യാധരാംശ്ചൈവ തിരോധാനേന സോസൃജത് തേഭ്യോ ദദാത്തമാത്മാനം അന്തർധാനാഖ്യമത്ഭുതം. അതിനുശേഷം ബ്രഹ്മദേവൻ കാൺമാൻ യോഗ്യമായതെങ്കിലും കാഴ്ചയ്ക്ക് വിഷയമാകാതെ ഇരിപ്പാനുള്ള ശക്തിയാകുന്ന തിരോധാനം എന്ന ഉപാദാനത്താൽ സിദ്ധന്മാരെയും വിദ്യാധരന്മാരെയും സൃഷ്ടിച്ചു. അന്യന്മാരുടെ നേത്രങ്ങൾക്ക് വിഷയമായി തീരാതെ ഇരിപ്പാനുള്ള ശക്തിയാകുന്ന തിരോധാനം എന്നു പേരുള്ള അത്ഭുതകരമായ ആ രൂപത്തെ അവർക്ക് നൽകി. സഖിന്നരാൻ കിംപുരുഷാൻ പ്രത്യാത്മേന സൃജത് പ്രഭു മാനയന്നാത്മനാത്മാനം ആത്മാഭാസം വിലോകയൻ. അനന്തരം ബ്രഹ്മാവ് സ്വശരീരത്തിൻ്റെ പ്രതിബിംബത്തെ നോക്കി വളരെ ഭംഗിയുള്ളതാണെന്ന് അഭിമാനിച്ചു. അഭിമാനാത്മകമായ ആത്മപ്രതിബിംബ രൂപമാകുന്ന ദ്രവ്യത്തെ കൊണ്ട് കിന്നരന്മാരെയും കിംപുരുഷന്മാരെയും സൃഷ്ടിച്ചു. തേതു തജ്ജഗൃഹുരൂപം തെക്തം യത് പരമേഷ്ടിന മിഥുനീഭൂയ ഗായന്തം തമേവോഷസി കർമ്മഭീഹി.
ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ആ പ്രതിബിംബരൂപത്തെ കിന്നരന്മാർ സ്വീകരിച്ചു. ഉഷകാലത്തിൽ ആ കിന്നരന്മാർ സ്ത്രീപുമാന്മാർ ചേർന്നുകൊണ്ട് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പാട്ടുപാടുന്ന സ്വഭാവം ഉള്ളവരായി ഭവിച്ചു. ദേഹേന വൈ ഭോഗവതാ ശയാനോ ബഹുചിന്തയാ സർഗേനുപചിതേ ക്രോധാത് ഉത്സസർജഹത് തദ്വബുഹു. സുഖാനുഭവത്തിനു ഉചിതമായ സ്ഥൂലദേഹത്തോടുകൂടി ബ്രഹ്മാവ് കിടന്നുകൊണ്ട് താൻ നടത്തുന്ന സൃഷ്ടിവ്യാപാരം ഏതുവിധത്താൽ അഭിവൃദ്ധിയെ പ്രാപിക്കുമെന്നിങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അഭിവൃദ്ധിപ്പെടാത്തത് ആലോചിച്ചപ്പോൾ ക്രോധമുണ്ടായി. ഉടനെ ആ ക്രോധാത്മകമായ രൂപത്തെ വെടിഞ്ഞു. ഏഹീയന്തമുദാ കേശ അഹയസ്തേങ്കജജ്ഞിരേ സർപ്പ പ്രസർപ്പത ക്രൂര നാഗാഭോഗോരുകന്ധരാഹ. കിടന്നിരുന്ന സമയം ബ്രഹ്മാവിൻ്റെ അഴിഞ്ഞു കിടന്നിരുന്ന തലമുടിയിൽ നിന്ന് പാമ്പുകളുണ്ടായി. അങ്ങുമിങ്ങും എടുത്തെറിഞ്ഞു ചലിപ്പിച്ച കൈകാൽ മുതലായ അവയവങ്ങളിൽ നിന്ന് ക്രൂരങ്ങളും വേഗത്തിൽ പായുന്നവയും പടമുള്ളവയും മഹത്തായ തലയുള്ളവയുമായ സർപ്പങ്ങളുണ്ടായി. അഹികൾ, സർപ്പങ്ങൾ, നാഗങ്ങൾ എന്നിവ സർപ്പജാതി വിശേഷങ്ങളാകുന്നു. സ ആത്മാനം മന്യമാനഃ കൃതകൃത്യമിവാത്മഭൂഃ തഥാ മനൂൻ സസർജാന്തേ മനസാ ലോകഭാവനാൻ. ബ്രഹ്മാവ് എപ്പോൾ തൻ്റെ പ്രവൃത്തി സഫലമായി എന്ന ഭാവത്താൽ കൃതകൃത്യനെന്ന ആത്മാവിനെക്കുറിച്ച് അഭിമാനിച്ചുവോ അപ്പോൾ ആ ഭാവരൂപമായ മനസ്സാകുന്ന ഉപാദാന ദ്രവ്യത്തെക്കൊണ്ട് ലോകങ്ങളെ ധർമാദിപ്രവർത്തനദ്വാര പാലിപ്പാൻ പ്രാപ്തന്മാരായ മനുക്കളെ ഒടുവിൽ സൃഷ്ടിച്ചു. തേഭ്യസോത്യസൃജത് സ്വീയം പുരം പുരുഷമാത്മവാൻ താൻ ദൃഷ്ട്വായേ പുരാ സൃഷ്ടാഃ പ്രശംസു പ്രജാപതിം. സകല ജീവരാശികളുടെയും സമഷ്ടി സ്വരൂപനായ ബ്രഹ്മാവ് അവർക്ക് ഉത്കൃഷ്ടമായ തൻ്റെ രൂപത്തെ, പുരുഷാകൃതിയെ നൽകി. അപ്പോൾ അതിനു മുമ്പ് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ദേവാദികളെല്ലാവരും പുരുഷാകൃതിയിലുള്ള മനുക്കളെ കണ്ടിട്ട് അവരെ സൃഷ്ടിച്ച ആ ബ്രഹ്മാവിനെ സ്തുതിച്ചു. അഹോ ഏതത് ജഗത് സ്രഷ്ടഃ സുഹൃദം വദതേ കൃതം പ്രതിഷ്ഠിതാ ക്രിയാ യസ്മിൻ സാകമന്നമദാമഹേ. ഹേ ലോകത്തെ സൃഷ്ടിച്ച ഭഗവൻ, അങ്ങയുടെ ഈ സൃഷ്ടികർമ്മം, മനുക്കളുടെ സൃഷ്ടി എത്രയോ ശോഭനമായിരിക്കുന്നു. ആശ്ചര്യം തന്നെ. ഈ രൂപത്തിൽ പുരുഷ ശരീര സാധ്യങ്ങളായ സകല ക്രിയകളും ഉറപ്പിക്കപ്പെട്ടു. ഇവരാൽ ചെയ്യപ്പെടുന്ന യാഗാദി ക്രിയകളിൽ ഇവരോട് ചേർന്ന് ഞങ്ങളും ഭോഗം അനുഭവിച്ചു കൊള്ളാം. തപസാ വിദ്യയാ യുക്തോ യോഗേന സുസമാധിന ഋഷീന ഋഷിർ ഹൃഷീകേശഃ സസർജാഭിമതാ പ്രജാഃ. പിന്നെ വേദത്തെ അറിഞ്ഞിരിക്കുന്ന ബ്രഹ്മദേവൻ ജ്ഞാനം കൊണ്ടും ഭഗവത് ഉപാസന കൊണ്ടും യമനിയമാദികളായ 8 അംഗങ്ങളോടുകൂടിയ ചിത്തനിഗ്രഹരൂപമായ യോഗം കൊണ്ടും ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചിരിക്കുന്ന മനസ്സുകൊണ്ട് ഋഷികളെ സൃഷ്ടിച്ചു. അവർ ബ്രഹ്മാവിൻ്റെ സമ്മതകളായ പ്രജകളാകുന്നു. പ്രജകൾക്ക് വേണ്ടുന്ന ഗുണങ്ങൾ തികച്ചും അവരിൽ ഉണ്ടെന്നറിഞ്ഞ ബ്രഹ്മദേവൻ അവരുടെ സൃഷ്ടിയിൽ സന്തോഷിച്ചു എന്ന് സാരം. തേഭ്യശ്ചൈകൈകശസ്യ ദേഹസ്യാംശമദാതജഃ യത്തത് സമാധിയോഗർദി തപോ വിദ്യാ വിരക്തിമത്. ആ ഋഷികൾക്ക് ബ്രഹ്മദേവൻ അവരെ സൃഷ്ടിപ്പാനായി ഉപയോഗിച്ചതും സമാധി പര്യന്തമുള്ള യോഗം, അതിൻ്റെ ബലമായ അണിമാതി സിദ്ധികളാകുന്ന ഐശ്വര്യം, ജ്ഞാനം, ഉപാസന, വിരക്തി എന്നിവയുടെ സമുദായമായിരിക്കുന്നതുമായ സ്വദേഹത്തിൻ്റെ ഓരോ അംശത്തെ ഓരോരുത്തർക്ക് കൊടുത്തു. അതുകൊണ്ട് അവരിൽ ചിലർ ജ്ഞാനികളായിട്ടും വേറെ ചിലർ യോഗികളായിട്ടും മറ്റു ചിലർ ഭക്തന്മാരായിട്ടും ഭവിച്ചുവെന്ന് ധരിക്കണം. 20-ാമത്തെ അധ്യായം സമാപിച്ചു. 21-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.